ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമർ മറ്റാരുമല്ല ജസ്നയാണ്. നമ്മുടെ കോംപ്ലക്സിൽ തന്നെ ഒരു ഈസി മണി എന്ന് പറഞ്ഞ ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് കേട്ടോ ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ നല്ല കോൺടാക്റ്റാണ്. അപ്പോൾ ആൾക്ക് ഒരു വെഡ്ഡിങ്ങിന് പോകാനായിട്ടുള്ള ഒരു സാരിയും അതുപോലെ തന്നെ മറ്റൊരു ബ്രൈഡൽ സാരിയും ഉണ്ട് കേട്ടോ നമുക്ക് അയൺ ചെയ്യാനായിട്ടിന്ന്. അപ്പോൾ ഈ ബ്രൈഡിൻ്റെ സാരി വന്നിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള മെഷർമെൻറ്റ്സും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ റെഫറൻസ്. അപ്പോൾ ഫോട്ടോ കണ്ടപ്പം എനിക്ക് ആ കുട്ടിയും ജസ്റ്റിൻ്റെയും മെഷർമെൻറ്റ് തമ്മിൽ ഏകദേശം സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവളെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ അടിപൊളി സാരി ആയിരുന്നു കേട്ടോ. സാധാരണ ഞാനൊരു റെഡ് കളർ സാരി വിരോധിയാണ്. കാരണം ഞാൻ കുറേ റെഡ് സാരി അയൺ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനി റെഡ് സാരി അയൺ ചെയ്യാനായിട്ട് ഭയങ്കര മടുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരീൻ്റെ കളറും ആ ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും പാറ്റേണും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബൗൺസി പ്ലീറ്റ്സും ആൾ ഹാങ്ങർ ഫോൾഡിങ് ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഹാങ്ങർ ഫോൾഡ് തന്നെ ചെയ്ത് എല്ലാ ഫിച്ചൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റിൻ്റെ സാരി എടുത്തു കേട്ടോ. ഇതൊരു നോർമൽ സാരിയാണ്. ഇത് കാണുമ്പോൾ ഒരു സിൽക്ക് സാരി പോലെ ഉണ്ടെങ്കിലും ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഇത് എന്തായാലും ഇപ്പോൾ നമ്മൾ എത്ര അയൺ ചെയ്താലും ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. എന്നാൽ അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമ്മൾ ഫിച്ചൊക്കെ ചെയ്ത് താഴെ നമുക്ക് കുറേ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സിൽക്ക് സാരിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ബൗൺസി പ്ലീറ്റ്സ് കിട്ടുമായിരുന്നു. എന്നാലും നമുക്കിത് നടക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.